ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. ഇവിടെ രാജ്യമൊട്ടാകെ അംബേദ്കർ മുന്നോട്ട് വെച്ച, കേരളത്തിൽ മഹാത്മാഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിപ്ലവത്തിന്റെ പാട്ടുകളൊക്കെയാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണം. വേടൻ 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 എല്ലായിടത്തും നോക്കിയാലും വേടനാണ് വിഷയം. ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ അത് വേടൻ തന്നെയാണ്. 6 ഗ്രാമായിട്ടാണ് വേടനെ പിടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പുലിപ്പല്ലിന്റെ വിഷയവും വന്നു. പുലിപ്പല്ലിന്റെ വിഷയത്തിൽ നല്ല രീതിയിൽ വേടന് പൂട്ട് വീണിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്തിയിട്ട് ആദ്യം തന്നെ ഈ ഒരു 6 ഗ്രാമിന്റെ കേസ് സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 6 ഗ്രാമിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയധികം എല്ലാവർക്കും സോഷ്യലി മെസ്സേജ് കൊടുക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്ക് അത്രയും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട നല്ല നല്ല വരികൾ എഴുതുന്ന, അത്രയും പേഴ്സണലി ഞാൻ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു റാപ്പർ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ? നിങ്ങളെല്ലാവരും ഇതിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്തിട്ട് കാണാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്തിട്ട് ഖാലിദ് റഹ്മാന്റെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നു. ഭയങ്കരമായിട്ടുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. സെലിബ്രിറ്റീസ്, നെസ്ലിൻ അടക്കമുള്ള ആൾക്കാരാണ് പോയിട്ട് ഭയങ്കരമായിട്ട് അതിന് താഴെ കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ ആകെ ഷോക്ക്ഡായി പോയി കണ്ടപ്പോൾ. കാരണം ഇവിടെ ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു ജനറേഷൻ 2K ജനറേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുൻപിലേക്കാണ് നിങ്ങൾ ഇത് നോർമലൈസ് ചെയ്തിട്ട് ഇതൊന്നും വലിയ വിഷയമല്ല, ഇങ്ങനെയുള്ള കേസുകളിൽ പിടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എന്തോ സ്വാതന്ത്ര്യ സമരത്തിന് ജയിച്ചിട്ട് വന്ന ആൾക്കാരെ മാതിരിയാണ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്നൊരു പുതുതലമുറ നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങളും ഇങ്ങനെയായി. നിങ്ങൾ ഇനി നന്നാവുക എന്നുള്ളതിന് പകരം വീണ്ടും അതൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പുതുതലമുറയെ കൂടിയിട്ട് എന്തിനാണ് ആ രീതിയിലേക്ക് മാറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വേടന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വേടൻ എല്ലാവരോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. എന്തുകൊണ്ടാണ് വേടന്റെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇത് നോർമലൈസ് ചെയ്ത് പറയരുതെന്ന് പറയാനുള്ളൊരു കാരണം, ഇതിനു മുൻപ് വേടനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞതാണ്. ഇതുപോലെയുള്ളൊരു കേസിൽ പിടിച്ചിട്ട് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുപോലെ തന്നെ ഒരു മീറ്റു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൽ മാപ്പ് പറഞ്ഞതുമാണ്. അപ്പം വേടന് തന്നെ അറിയാം വ്യക്തമായിട്ട് ഒരു വേടൻ തളർന്നു പോകുന്ന സമയത്ത് ആരൊക്കെ കൂടി ഉണ്ടാവുമെന്നും ഇങ്ങനെയുള്ള വേടന്റെ തളർച്ച കാണാൻ വേണ്ടിയിട്ട്, തകർച്ച കാണാൻ വേണ്ടിയിട്ട് എത്ര പേര് സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് എന്നും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നിൽക്കേണ്ട ഒരാളാണ് വേടൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരുടെയും പോലെയല്ല. ഇപ്പം ദബ്സീനെ പിടിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്ന അവരുടെ ആശയങ്ങളും ആ ഒരു വ്യക്തി എന്ന് പറയുന്ന വേറെ തന്നെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു കോളിളക്കമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് അല്ല ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. വേടൻ എന്ന് പറയുന്ന വ്യക്തി അത്രക്കധികം ആൾക്കാരിലേക്ക് ഊഴ്ന്നിറങ്ങി ആശയങ്ങളാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അത്രക്കധികം ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അത്രക്കധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ആൾക്കാരുടെ മുൻപിലേക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ഓൾറെഡി ഇങ്ങനെ 2-3 എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയെങ്കിലും നല്ല രീതിയിലുള്ള പുതിയൊരു ചാൻസ് എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ മുൻപിലേക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേടൻ തയ്യാറാകണമായിരുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്, നമ്മളൊരിക്കലും വേടൻ ഇങ്ങനെ തളർന്നു പോകുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇത്ര ചെറിയ ഒരു കുട്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ല വേടൻ. അതിൻ്റെതായ തൻ്റെ ഇടവും കാര്യങ്ങളും അല്ല. ഇത്രയും ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്ന, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും വരികൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയ, ഇത്രയും രാഷ്ട്രീയപരമായി സംസാരിക്കാൻ പറ്റിയ, ഇത്രയും നല്ല കഴിവുള്ള വേടന് എന്തുകൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് കരുതലെടുത്തില്ല? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയത്? ഇനി ചെന്ന് പെട്ടതാണെങ്കിൽ പോലും, ഇനി അങ്ങനെ പറയുകയാണ് ഇനി നിർത്താൻ പറ്റുന്നില്ല, അറിയാതെ ചെന്ന് പെട്ടു എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഇതിനു മുൻപ് ഇതിനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നതാണ്. ഇങ്ങനെയുള്ള കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അനുഭവിച്ച ആ ഒരു തകർച്ചയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരാൾ വീണ്ടും ആ തകർച്ചയിലേക്ക് എന്തുകൊണ്ടാണ് വീണ്ടും വീണ് പോകുന്നത്? ഇത്രയും ആൾക്കാർ വേടന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. ഇത് ഭയങ്കര നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു 6 ഗ്രാം അല്ലേ, 6 ഗ്രാം ആണെങ്കിലും 60 ഗ്രാം ആണെങ്കിലും എത്ര കിൻഡൽ ആണെങ്കിലും ശരി,
അത് എല്ലാം ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് തന്നെ പോകും. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നിയമം. അതിൽ ജാതിയും കാര്യങ്ങളും ഒന്നുമില്ല. അത് ആ ഒരു വിഷയത്തിൽ പിടിക്കുകയാണെങ്കിൽ എല്ലാം ആ രീതിയിൽ തന്നെ പോകും. അപ്പം വേടൻ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും തരംഗമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ വേടന്റെ ആശയങ്ങൾ അത്രയും വലിയ ആശയങ്ങളാണ്. അല്ലെങ്കിൽ വേടന്റെ ആശയങ്ങളും വേടന്റെ രാഷ്ട്രീയവും വേടൻ എന്ന വ്യക്തിയും പാട്ടും കാര്യങ്ങളും എല്ലാം അത്രയും ജനങ്ങൾക്കിടയിൽ കൂഴ്ന്നിറങ്ങി അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ. അത്രയധികം ഒരു വേടൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ അത്രയും വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടാകുന്നത്. ആ ആൾക്കൂട്ടമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയാണ്. പലർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഒരു തവണയല്ല വേടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യം വേടൻ അത് ഇവിടെ കാണിക്കണമായിരുന്നു. അത് കറക്റ്റായിട്ട് വേടൻ അവിടെ കാണിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു സമൂഹം തന്നെ വേടന്റെ തളർച്ച കാണാൻ നിൽക്കുന്ന സമയത്ത് വേടൻ അങ്ങനെ തകർന്നു പോകാൻ പാടില്ലായിരുന്നു. അവരുടെ മുൻപിലേക്ക് ഒരു പഴുത് എന്നുള്ള രീതിയിൽ അവർക്ക് കുറ്റം പറയാനും അവർക്ക് ലജ്ജിച്ച് അവർക്ക് ഇങ്ങനെ കളിയാക്കി ചിരിക്കാനുള്ള ഒരു അവസരം എന്തിന് വേടൻ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യത്തിലാണ് വേടനെ സ്നേഹിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്തിന് വേടൻ അത്രയും ബോധമുള്ള ഒരാളല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു സമൂഹത്തിന് മുൻപിൽ ഇത്രയും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും വീട് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിലേക്ക് എന്തുകൊണ്ട് വേടൻ ഇങ്ങനെയുള്ളൊരു രീതിയിലേക്കൊരു കാര്യം ഇട്ടുകൊടുത്തു? അതിലാണ് ഏറ്റവും കൂടുതൽ വേടനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കുള്ളൊരു സങ്കടം എന്ന് പറയുന്നത്. ഇതൊരിക്കലും നോർമലൈസ് ചെയ്തിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ഇനി വേടനാണെങ്കിലും ആരാണെങ്കിലും 6 ഗ്രാമാണെങ്കിലും 1 ഗ്രാമാണെങ്കിലും ശരി, ഇത് അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് പേരുടെ ലൈഫ് തകർക്കുന്ന കാര്യമാണ്. വേടൻ തന്നെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പം വേടനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വേടനെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഇവിടെ കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് അറിയാം അതിനി ആളിനി അതിൻ്റെ അകത്ത് പെട്ടുപോയി അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലായിപ്പോയി എന്നുള്ളതാണെങ്കിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വേടനെ നല്ല രീതിയിൽ വേടന്റെ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ ആയി കാണണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇനി ഈ ഒരു വിഷയം മാറ്റി നിർത്തിയിട്ട് പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വലിയ ക്ലാരിറ്റി ഇല്ല. കാരണം എനിക്ക് തോന്നിയൊരു ഡൗട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. വേടനോട് ചോദിക്കുന്ന സമയത്ത് വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഒരു 6 ഗ്രാമിന്റെ കേസിൽ വലിയ ഗൂഢാലോചനകളും കാര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയത്തില്ല. അതിൽ കുറേ ഡൗട്ടുകളുണ്ട്. കാരണം അവിടെ എന്തുകൊണ്ടാണ് അവിടെ എത്തിയ പോലീസുകാർക്ക് ഈ ഒരു മാലയെ പറ്റി ഇത്രയും കാലമില്ലാത്തൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആ മാലയെ പറ്റി തോന്നിയത്? ഇനി അത് നേരത്തെ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ട് ആരെങ്കിലും ഒറ്റിക്കൊടുക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ട് നേരത്തെ അറിയിച്ചിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ലാതെ 6 ഗ്രാം കഞ്ചാവ് 6 ഗ്രാമും കാര്യങ്ങളൊന്നും അല്ല. ഇതായിരിക്കുമോ അവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം. അപ്പം എന്തായാലും വേടൻ ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഞാൻ കള്ളു കുടിക്കാൻ വലിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയാൻ മതി. ഞാൻ വന്ന കാര്യങ്ങൾ പറഞ്ഞില്ല. ഇല്ല ആരും ഒരു കൂടാലും ബാക്കി ഞാനിത് വലിക്കുന്ന ആളാണ്, കുടിക്കുന്ന ആളാണ്, ഇത് ഞാൻ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നു. അത് ഒരിക്കലും നമുക്ക് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുടിക്കുന്നതൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് സർക്കാർ തന്നെയാണ് വിൽക്കുന്നതും അതുപോലെ തന്നെ സർക്കാർ തന്നെ അത് നോർമലായിട്ട് കൊടുക്കുന്നതുമാണ്. അപ്പോൾ ആ ഒരു വിഷയം നമുക്ക് വിട്ടാൽ ഈ ഒരു പറയുന്ന ഈ 6 ഗ്രാം പിടിച്ചൊരു കേസിലേക്ക് വരുന്ന സമയത്ത് 9 ആൾക്കാരാണ് ഉണ്ടായത്. അത് അവർക്ക് എന്താ പറയുക ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാമെങ്കിലും ഇത്രയും ആൾക്കാരുടെ മുൻപിലേക്ക് വന്നിട്ട് ഞാനിത് യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ അത് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്താണ് വന്നിട്ടുള്ളത് പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കേട്ടുനോക്കാം. പ്രതി ഹിരൺദാസ് 30 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട് മുളമൂട്ടതാവ്. അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിൽ ഒരു റിലേഷൻ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് UK പൗരത്വമുള്ള ആൾക്കാരാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് പുള്ളി തന്നെ പറയുന്നത്. അപ്പോൾ അതിന് അഡ്രസ് ട്രേസ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട്. അപ്പോൾ ട്രേസ് ചെയ്യാൻ ഒരു ഇൻഫർമേഷൻ വെക്കാൻ ഇപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ പൗരനല്ല അദ്ദേഹം. ഈ ശ്രീലങ്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. ഇദ്ദേഹത്തിന്റെ അമ്മയും ശ്രീലങ്കൻ ഈ നമ്മുടെ ഹിരൺദാസിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അത് ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, വിയൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജോലിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. മദ്രാസിൽ ഒരു ഗാനമേള ഇവരുടെ ഈ റാം പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അതിൽ കൂടെ വേറെ കുറച്ച് പേരുണ്ട്. അതിൽ തന്നെ UK ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. അത് ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് അവരുടെ സംസാരത്തിന്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാൻസ് UK പൗരന്മാരാണ്. ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെ വൈൽഡ് ലൈഫ് ആർട്ടിക്കൽസ് ഒന്നും
കൈവശം വെക്കാനായിട്ട് നിയമപരമായി അനുവദിക്കുന്നില്ല. അറിയാതെ പോലും അത് ചെയ്യാൻ പാടില്ല. അതാണ് ആ കുറ്റത്തിന്റെ ഡെൻസിറ്റി അവിടെയാണ് വരുന്നത്. വേട്ടയാട് ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ആൾ എങ്ങനെ കിട്ടിയെന്നുള്ള ഒരു പ്രൊഫഷൻ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ വേട്ടയിൽ ഇയാൾക്ക് ബന്ധമില്ലെങ്കിൽ ഇയാളെ വേട്ട എന്നുള്ള പ്രശ്നം ഒഴിവാക്കി രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് അതിന്റെ ശരിക്കും അന്വേഷണം നടന്നിരിക്കുന്നതൊക്കെ നമുക്ക് അതിനിടയിൽ ആ സ്റ്റേജ് നിലവിൽ ഹാൻഡിംഗ് പ്രശ്നമുണ്ട്. പുലിപ്പല്ലാണെന്നോ ഒറിജിനലാണെന്നോ അദ്ദേഹത്തിന് അറിയില്ലെന്നാണ് പറയുന്നത്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പുലിപ്പല്ല് തന്നെയാണ് നമുക്ക് ഉത്തമ വിശ്വാസം വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് അയക്കും. അത് കോടതിയാണ് അയക്കുന്നത്. അപ്പോൾ ഇതില് വേടന്റെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് ശ്രീലങ്കൻ വംശജയാണെന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വേട്ട എന്നുള്ള രീതിയിൽ, ഹണ്ടിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ എടുത്തേക്കുന്നത്. ഇപ്പൊ ആ ഒരു വിഷയം വരുന്നുണ്ട്. അറിയോ അറിയാതെയോ കഴിയിൽ വെക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് വനം വകുപ്പുകാരുടെ ഭാഗത്തു നിന്നും വരുന്ന എക്സ്പ്ലനേഷൻ എങ്കിലും നമുക്ക് ഇത് ഏത് രീതിയിലാണ് ഇവരെ പിടിച്ചത് എന്നും അതുപോലെ തന്നെ ഇത് ആരാണ് ഇതിലുള്ള ഇൻഫർമേഷൻ കൊടുത്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കണ സമയത്ത് ഇത് ആരാണ് ഈ പുലിപ്പല്ല് ഈ സമ്മാനമായിട്ട് നൽകിയ വ്യക്തി, ഇത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകിയതാണോ, ഇനി വേടന് പെട്ടുപോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും അന്വേഷണത്തിൽ കണ്ടു തന്നെ അറിയാം എന്താണെന്ന്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MA ബേബി പറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്നിന് ഒരു ന്യായീകരണവും ഇല്ല. ആഫ്രിക്കൻ രാഷ്ട്രീയവും മാർലിയുടെ പാട്ടും ഇഷ്ടമായതുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് അത് ന്യായീകരണമല്ല. അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഖാലിദ് റഹ്മാൻ കണ്ട സമയത്ത് ഖാലിദ് റഹ്മാൻ പോലീസുകാരോട് പറഞ്ഞതുപോലെ ഞാൻ ഈ മഞ്ഞുമൽ ബോയ്സിൽ ഡ്രൈവറായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും നോർമലൈസ് ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്, ചെറിയ കുട്ടികളൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും ആ ഒരു വിഷയത്തിൽ നോർമലൈസ് ചെയ്യേണ്ട ഒരു വിഷയമല്ല. അതെന്തായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുപോലെ MLA ആയിട്ടുള്ള അനിൽകുമാർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൗർഭാഗ്യവശാൽ അയാളെ തകർക്കാൻ ചില തിരക്കഥകൾ രചിക്കപ്പെട്ടിരുന്നു എന്ന് സംശയിക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇയാളെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തേക്കുന്നതാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ വേറൊരു പ്രതികരണം വന്നേക്കുന്നത് ഗീവർഗീസ് മാർ കൂറിലോസിന്റെ ഭാഗത്തു നിന്നുമാണ്. അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുവെക്കാം. വേടൻ ഇതിനകം കൈവരിച്ച അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയും ഇമ്പാക്റ്റും അസാധാരണമാണ്. അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കട്ടെ. വേടനായാലും വിനായകനായാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഞാനായാലും ആര് ലഹരി ഉപയോഗിച്ചാലും അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഒരു വിഷയത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ലഹരിക്ക് എല്ലാ കാലത്തും ഞാൻ എതിരാണ്. ലഹരിക്കെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങളിലും എന്നാൽ കഴിയുന്നത് ഞാൻ പങ്കുചേരുന്ന ഒരു വ്യക്തിയാണ്. മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന, അധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലഹരിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടും എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. വേടനുമായിട്ടുള്ള ഈ വിഷയത്തിൽ ഞാനത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, വേടന്റെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കുമ്പോഴും ലഹരിക്കെതിരെയാണ് എന്റെ നിലപാടെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് വേടനായാലും വിനായകനായാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഞാനായാലും ആര് ലഹരി ഉപയോഗിച്ചാലും അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട്, ലഭിക്കേണ്ടതുമാണ്. ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേടനാണെങ്കിലും ആരാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും നിയമം ഒരുപോലെയാണെന്നുള്ളതാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വേടനായതുകൊണ്ട് തന്നെ ഇതിൽ ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊഴുക്കുന്ന രീതിയിലേക്ക് വരുവാണ്. കാരണം വേടൻ എന്ന് പറയുന്നത് സാധാരണ ദബ്സിനെ പോലെയോ അവരെ പോലെയൊന്നും അല്ല. ഇവര് അത്രയധികം അടിമത്വം അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലൊരു രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന, അങ്ങനെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വേടന്റെ ഭാഗത്തു നിന്നും വരേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു വിഷയം. രാഷ്ട്രീയത്തെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു അംബേദ്കറായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം. നമ്മൾ പലപ്പോഴും സ്വത്ത് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലതുപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും വലതും ഇടതും എല്ലാം ഒരുപോലെ തള്ളിക്കളയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് അംബേദ്കറിന്റെ പൊളിറ്റിക്സ്. രാജ്യമൊട്ടാകെ അംബേദ്കർ മുന്നോട്ട് വെച്ച, കേരളത്തിൽ മഹാത്മാഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിപ്ലവത്തിന്റെ പാട്ടുകളൊക്കെയാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അത് മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കണം. അത് നമ്മൾ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നതും അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. എന്തിനായിട്ടടക്കം തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ അവരെ പ്രതികളായിട്ടായിരിക്കില്ല, ഇരകളായിട്ടായിരിക്കില്ല, അവർ വഴി ഇതിന്റെ വലിയ വലിയ കമ്പനികളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണോ, ആ രീതിയിലാണോ സർക്കാർ പിന്തുണയെന്ന് പറയുന്നത് പോലീസ്? ഒന്നാമത്തെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ അല്പം വൈകിപ്പോയി. ഇപ്പോൾ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് അല്പം വൈകിപ്പോയി എങ്കിൽ പോലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഈ ആവേശം നമ്മൾ ഒട്ടും ചോർത്താതെ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം തുടരണം. അത് പറയുമ്പോഴും നമ്മൾ ഇതിന്റെ ഉത്ഭവത്തിലേക്ക്, ഉറവിടത്തിലേക്ക് എത്തണം.
ഇപ്പൊ ഇദ്ദേഹത്തിന് ലഹരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി, ആരാണ് ഇതിന്റെ പിറകിൽ, ഇതിന്റെ കണ്ണുകൾ എവിടെയാണ്, ഇതിന്റെ മാഫിയ പുറകിലുള്ളത് ആരാണ്, അതിനെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇതിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള വിഷയം ആള് പറയുന്നുണ്ട്. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ വ്യക്തമായിട്ട് തള്ളിക്കളയുകയും അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും, എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായങ്ങൾ, ആശയങ്ങൾ അതിനോടൊക്കെ യോജിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള എല്ലാവരുടെയും കാര്യം. ഈ ഒരു ഇതിനെ നമുക്ക് നോർമലൈസ് ചെയ്തിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ആൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇനി അതിൽ വന്നു പെട്ട ഒരു വ്യക്തിമാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും അത് ഇതാദ്യമായിട്ടുള്ള തവണയല്ല. അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകും. അതേ സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ ആ രീതിയിൽ ഫോളോ ചെയ്യാം. വേണം തിരിച്ചു വരട്ടെ. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ആൾക്ക് എന്തായാലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കൂടിയിട്ടേ ഉള്ളൂ ഈ ഒരു വിഷയം വന്നതോട് കൂടിയിട്ട്. അപ്പോൾ എന്തായാലും വേടനെ തിരിച്ചു വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള വാം വെൽക്കം എന്നുള്ള രീതിയിൽ തന്നെ പണ്ടത്തേനേക്കാളും നല്ല രീതിയിൽ വേടന് വരാൻ സാധിക്കട്ടെ. അപ്പം ഈ ഒരു വിഷയം നിൽക്കുന്ന സമയത്താണ് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി പോയിട്ടുണ്ട്. സുരേഷ് ഗോപി 2 അമ്പലങ്ങളിൽ പോയ സമയത്ത് എടുത്തൊരു വീഡിയോസിൽ ഒരു മാലയും അതിൽ 2 പുലിപ്പല്ല് പോലെയുള്ള 2 പുലിനാഗങ്ങൾ പോലെയുള്ള 2 ഭാഗങ്ങളും കാണുന്നുണ്ട്. അതിനെതിരെയാണ് ഒരു പരാതി പോയേക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ജെയ്സൺ, ആ ദൃശ്യങ്ങളിൽ നമുക്കൊന്ന് കാണാം. ഇത് വേടൻ ഉപയോഗിച്ച ഒരു പുലിപ്പല്ല്, ആ പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിന്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ളൊരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ഒരു പുലിപ്പല്ല് വേടന്റെ മാലയിൽ കാണാം. ഈ പുലിപ്പല്ല് തനിക്ക് ഒരു സുഹൃത്ത് നൽകിയതാണെന്നും, മലേഷ്യയിലുള്ള ഒരു തമിഴ് വംശജനായ സുഹൃത്ത് നൽകിയതാണെന്നും, ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശ്ശൂരിൽ കൊണ്ടുപോയി ജുവലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേടൻ വനംവകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതനുസരിച്ചാണ് വേടനെ ഇപ്പോൾ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും കസ്റ്റഡിയിലാക്കിയിരിക്കുന്നതും. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. ഇവിടെ 2 പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയില്ല, ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ, സ്വർണത്തിൽ കിട്ടിയ പുലിപ്പല്ല് പോലെയുള്ള 2 ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ്, വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരില്ലേ? അപ്പൊ ഇത് ഒന്നുകിൽ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലിനഖം, ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി ഇവിടെ 2 അമ്പലങ്ങളിൽ പോയി എന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് ഇവിടെയുള്ള, എനിക്ക് ഇവിടുന്ന് 5 മിനിറ്റ് അങ്ങനെ ഉള്ള അമ്പലത്തിലേക്ക്, മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു അമ്പലത്തിലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ വന്ന സമയത്തും ഈ മാല ഇട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി വേടനെ നമ്മൾ പിടിച്ചേക്കുന്നത്, വേടനെ എങ്ങനെയാണ് പിടിച്ചേക്കുന്നത്, നേരെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്പോട്ടിലാണ് എല്ലാ കാര്യങ്ങളും നടന്നേക്കുന്നത്, അറസ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ അതുപോലെയല്ല, സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വരുമ്പോൾ തന്നെ അവിടെ കുറേ ഓപ്ഷൻസ് നിൽക്കുകയാണ്. അത് മാറ്റി വേറെ വേണമെങ്കിൽ വേറെ വെച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവിടെ പുലിപ്പല്ലിന് പകരം ഇനി വേറെ വല്ല നഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെന്നുള്ള രീതിയിൽ, ചിലപ്പോൾ അത് പ്ലാസ്റ്റിക്കിന്റെ വല്ല കാര്യങ്ങളും ആണെന്നുള്ള രീതിയിൽ, അത് ഏത് രീതിയിലേക്ക് മാറി മറിയാവുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണുള്ളത്. കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്. ഇത് അറിഞ്ഞ സമയത്ത് തന്നെ അവർക്കത് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. നാളെ അതേ പാല തന്നെ കൊണ്ടുവന്നിട്ട് സുരേഷ് ഗോപി സബ്മിറ്റ് ചെയ്തിട്ട് ഇതാണെന്ന് പറയണമെന്നില്ല. അപ്പം നമുക്ക് അതിങ്ങനെ പറയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു പരാതി പോയി. ഇനി അതാണ് ഈ ഒരു നിയമത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ. വേടനെ അവിടെ പോയിട്ട് സ്പോട്ടിൽ പിടിച്ച സമയത്ത് പുലിപ്പല്ലാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നേരത്തെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്താലോ ഒറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചിലപ്പോൾ പോയിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്. നിലവിൽ വന്യജീവി നിയമം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല. അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക. ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ്, അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ്. യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും. ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലോ ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ അത് സുരേഷ് ഗോപി വ്യക്തമാക്കിയാൽ മതി. അതാണ് ഇപ്പോൾ DGPക്ക് ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനൊരു പരാതിയുമായി INTUC-യുടെ ഒരു നേതാവ് ഇപ്പോൾ DGPയെ സമീപിച്ചിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണം. നിയമം മനുഷ്യർ എത്രമേൽ വ്യത്യസ്തമായിരുന്നാലും നിയമം അവർക്ക് മേലിൽ തന്നെയായിരിക്കണം. ഓൾ ആർ ഈക്വൽ. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. വേടനൊരു നിയമം, അതുപോലെ സുരേഷ് ഗോപിക്കൊരു നിയമം എന്നായിരിക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തായാലും സുരേഷ് ഗോപിക്ക് അത്രയും സമയം കിട്ടി. ഈ ഒരു പരാതി വന്നപ്പോൾ തന്നെ ആൾക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് അപ്പം കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ വേടനാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ 6 ഗ്രാം പിടിച്ചു എന്ന് പറയുന്ന കേസിൽ അത് 1 ഗ്രാം ആണെങ്കിലും ശരി, എത്ര ഗ്രാം ആണെങ്കിലും 10 ഗ്രാം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ആണെങ്കിലും ശരി, അത് പിടിച്ചത് തന്നെയാണ്. അത് വേടന്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വേടൻ വരുത്താൻ പാടില്ലായിരുന്നു. കൊത്താൻ വേണ്ടി, അതായത് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന ഇത്രയും ആൾക്കാരുടെ നടുക്കേക്ക് പോയിട്ട് നിന്ന് ണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു മിസ്റ്റേക്ക് വരുത്താൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് വേടനെ സ്നേഹിക്കുന്നവരോടും വേടൻ വന്നിട്ട് എന്തായാലും മാപ്പും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ആ രീതിയിൽ അത് പോവുമായിരിക്കും തന്നെയാണ് എനിക്ക്. കാരണം കഴിഞ്ഞ ഈ ഒരു മീറ്റു വിഷയത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നെയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഓൾറെഡി വന്നയാളാവുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഖാലിദ് റഹ്മാനെ പോലെയുള്ളവർ പോസ്റ്റ് ഇട്ടിട്ട്, ഞാനിവിടെ വെക്കാം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് താഴെ അത് ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഇടുന്നു. അതിന് താഴെ നെസ്ലിന് അടക്കമുള്ള ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുന്നു, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് ഭയങ്കര വിഷയമായെന്ന് കണ്ടപ്പോഴത്തേക്കും അത് കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് പോകുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 2K കിഡ്സ് എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു പുതുതലമുറ കാണുന്ന സമയത്ത് ഇതൊക്കെ നോർമലായിട്ട് അങ്ങനെ ആ രീതിയിലേക്ക് ആവിഷ്കരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അത്രയധികം അവർ ബാധിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരുപാട് വിഷയങ്ങൾ 2025 നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിലുള്ള കാര്യങ്ങളും. ഇതിപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. ആ രീതിയിൽ തന്നെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒക്കെ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ പോയിട്ട് കടന്നിട്ട് ഇതായി വരണം എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് വന്നൊരു മെസ്സേജാണ്. ഖാലിദ് റഹ്മാന്റെ കേസിൽ വന്നൊരു കേസാണ് ഈ ഒരു വിഷയത്തിൽ. അതായത് .something ഇത്ര ഗ്രാമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 1 ഗ്രാമല്ലേ ഉള്ളൂ, അതിനാണ് ഇത്രയും വലിയ ഷോ ഓഫ് അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളായിട്ട് മീഡിയ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ശരി, ഈ മീഡിയ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റും ഒരു റെസ്പോൺസിബിലിറ്റിയും വേണം. ഇതൊക്കെ എങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള, നമ്മളെല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ സമൂഹത്തിനോട്. അത് പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരികയാണ്. പക്ഷെ അതൊന്നും കാണിക്കാത്ത രീതി ഇപ്പോൾ വേടന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, ഖാലിദ് റഹ്മാന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ അത് ഭയങ്കരമായി നോർമലൈസ് ചെയ്തിട്ട് ഇത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.